സാമ്പാർ ചീര എന്നാണ് പേരെങ്കിലും സാമ്പാറിനോടുള്ളതിൻ്റെ ഒരംശം ഇഷ്ടം പോലും നമുക്കില്ലാത്ത ചീരയാണ് സാമ്പാർ ചീര. യാതൊരു പരിപാലനവും കൂടാതെ വളരുന്നതിനാൽ തോട്ടത്തിലെ കളയുടെ വില പോലും കൊടുക്കാത്ത ഈ ചീരയുടെ ഗുണങ്ങൾ നിരവധിയാണ്. പരിപ്പ് ചീര, വാട്ടർ ലീഫ്, മുട്ടച്ചീര എന്നീ പേരുകളും ഈ ചീരയ്ക്കുണ്ട്. മറ്റ് പച്ചക്കറികളുമായി തട്ടിച്ച് നോക്കുമ്പോൾ 10 മടങ്ങ് വിറ്റാമിൻ എ അടങ്ങിയതാണ് സാമ്പാർ ചീര. ഒപ്പം കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളുടെ കലവറയുമാണ്. ഇലകളിലും തണ്ടിലും ഇരുമ്പ്, കാൽസ്യം എന്നീ മൂലകങ്ങൾക്ക് പുറമെ ജീവകം എയും സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഉയർന്ന തോതിൽ മൂലകങ്ങളും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നതിനാൽ വിളർച്ച, കുടലിലെ അർബുദം, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ ഒരു പരിധിവരെ തടയാൻ സാമ്പാർ ചീരയ്ക്ക് സാധിക്കും. താരതമ്യേന കലോറി വളരെ കുറവായതിനാൽ പ്രമേഹ രോഗികൾക്കും ആവശ്യം പോലെ ഇത് ഉപയോഗിക്കാം. മീസിൽസ് മുതൽ പ്രമേഹ രോഗ ചികിത്സയിൽ വരെ സാമ്പാർ ചീരയ്ക്ക് അതിൻ്റേതായ പങ്കുണ്ട്. ബ്രസീലിലാണ് സാമ്പാർ ചീര ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സാധാരണയായി ഇവ കാണപ്പെടുന്നത്. ചെടിയുടെ ഇലയും തണ്ടും വളരെ നേർമയുള്ളതും മാംസളവുമാണ്. ഏതു സമയത്തും മാംസളമായ പച്ച ഇലകളോട് കൂടിയ സാമ്പാർ ചീര 2 അടി ഉയരത്തിൽ വരെ വളരും. പൂക്കൾ കാണാൻ പ്രത്യേക ഭംഗിയാണ്. വയലറ്റ് നിറത്തിൽ പൂക്കളും അതിനോട് ചേർന്ന മഞ്ഞ നിറത്തിൽ കായ്കളും കാണാം. കായ്കൾക്കുള്ളിൽ ചീരവിത്ത് പോലെ കറുത്ത വിത്തുകൾ ഉണ്ടാകും. ചീരയുൾപ്പെടെ ഏത് പച്ചക്കറിയും പൂവിടാൻ തുടങ്ങിയാൽ ഇലകളുടെ വലിപ്പം കുറയും. എന്നാൽ സാമ്പാർ ചീരയ്ക്ക് അത്തരം പ്രശ്നങ്ങളില്ല. എന്നും എപ്പോഴും ഒരേ പച്ചപ്പാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചീര കൊണ്ട് പല കറികളും ഉണ്ടാക്കാം. സാമ്പാറിൽ ചേർക്കാം. മുട്ട ചേർത്തും ചേർക്കാതെയും തോരൻ വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാം. പരിപ്പ് ചേർത്ത് കറി വെക്കാം. തക്കാളിയും സാമ്പാർ ചീരയും ചേർത്തുണ്ടാക്കിയ സൂപ്പ് കാമറൂൺകാരുടെ തീന്മേശയിലെ ഇഷ്ടവിഭവമാണ്. അമേരിക്കക്കാരുടെ വെജിറ്റബിൾ സൂപ്പിൽ കൊഴുപ്പ് കൂട്ടാനും അവർ സാമ്പാർ ചീര ഉപയോഗിക്കാറുണ്ട്. വിത്ത് മുളപ്പിച്ചും തണ്ട് നട്ടുമാണ് വംശവർധന. വേനൽക്കാലം കഴിഞ്ഞാൽ കൃഷി ഇറക്കാം. അടിവളമായി ഓരോ ചെടിക്കും 2 പിടി ചാണകം നൽകണം. തൈകൾ നട്ട് 1.5 മാസത്തിനുള്ളിൽ വിളവെടുപ്പ് തുടങ്ങാം. കീടങ്ങളൊന്നും ആക്രമിക്കുകയില്ല. ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ ധാരാളം വിളവുണ്ടാകും. അധികം അധ്വാനമില്ലാതെ പെട്ടെന്ന് വളരുന്ന സാമ്പാർ ചീര നട്ടാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വിഷമില്ലാത്ത പച്ചക്കറികൾ ആസ്വദിക്കുകയും ചെയ്യാം.